ഹലോ, എൻ്റെ പേര് അഭിനവ്. നമ്മൾ ഈ വീഡിയോയിൽ ഗ്രാവിറ്റേഷൻ 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഗ്രാവിറ്റേഷൻ്റെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതായത് ടെക്സ്റ്റിനകത്ത് കൊടുത്ത ഈ രീതിയിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഈ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ്, അതുപോലെ ഇങ്ങനെയുള്ള ടേബിളുകൾ ഇവിടെ എല്ലാം കുറേ ഫില്ല് ചെയ്യാനുണ്ട് അല്ലേ. ഇങ്ങനെയുള്ള ടേബിളുകൾ ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയമാണ്, മലയാളം മീഡിയത്തിന് വേറെ ചെയ്യും. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയമാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാം പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് പറയുന്ന എന്നാലും ഒന്നും കൂടെ പറയുന്നു. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയത്തിന് വേറെ പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ലെക്ചേഴ്സസ് വേറെ, ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് വേറെ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പെട്ടെന്ന് സോർട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കില്ല. എന്ന് വെച്ചാൽ ചിലത് നിങ്ങൾക്കറിയാമോ എന്നുള്ള രീതിയിലുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ അതൊരു പുതിയ ടോപ്പിക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് സംഗതികളാണ്. അത് തൽക്കാലം നമ്മൾ നോക്കില്ല. ആ ടോപ്പിക്കിൽ വരുന്ന ഈ രീതിയിലുള്ള ടേബിളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസും, അതായത് ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുത്ത ഇതുപോലെയുള്ള ക്വസ്റ്റ്യനിൽ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത ക്വസ്റ്റ്യനാണ് മെയിനായിട്ട് നോക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി വചകടിച്ച് സമയം കളയണ്ട, സ്റ്റാർട്ട് ചെയ്യാം. ശരി, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. എടാ, താഴെ കൊടുത്തിട്ടുള്ള ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ലോ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഒരു ഇക്വേഷനും കാര്യമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അത് വെച്ചിട്ട് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പെന്ന് യൂസ് ചെയ്യുന്നുണ്ട്. സ്ക്രീൻ കുറച്ചും ചെറുതായിട്ടുണ്ടാകും. നിങ്ങൾക്കറിയാം, അത് സൂം ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. റെഡി? അപ്പോൾ ഒന്നാമത്തെ ഒരു റോ നോക്കാം. ഫസ്റ്റ് ഉള്ള കോളത്തിൽ വരുന്നത് സീരിയൽ നമ്പറാണ്. അത് നമുക്ക് നോക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പോട്ടെ. രണ്ടാമത്തതിൽ മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് നോക്കുക. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഒബ്ജക്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ കളിയുള്ളത് ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസുകളാണ്, ഇത് രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസുകളാണ്. അതുപോലെ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് ഇവർ തമ്മിലുള്ള മ്യൂച്വൽ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. റെഡി? അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ സംഗതി ഒന്നുമില്ലടാ, സിമ്പിളായിട്ട് ഇവിടെ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. 2 ഒബ്ജക്റ്റിനെ ഈ രീതിയിൽ പ്ലേസ് ചെയ്തിട്ട് ഇവർ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് അളന്ന് കയ്യിൽ തരും. ഒന്നാമത്തെ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസും രണ്ടാമത്തെ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസും അവർ 2 കോളത്തിലായിട്ട് തന്നിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെയുള്ള ഇവർ തമ്മിലുള്ള ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കറക്റ്റായിട്ട് പറഞ്ഞാൽ മ്യൂച്വൽ അട്രാക്റ്റീവ് ഫോഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, ഒന്നാമത്തെ ആ ഒരു കോളത്തിൽ വരുന്നത് യെസ്, അത് അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസിനെ അതിനെ വേണമെങ്കിൽ M1 എന്ന് ഇവിടെ വിളിക്കാം. രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസിനെ വേണമെങ്കിൽ M2 എന്നും വിളിക്കാം. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസിന് വേണമെങ്കിൽ D എന്ന് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ക്ലിയറായി. റെഡി? അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ 2 ഒബ്ജക്റ്റിനും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ F = GMM / R² എന്നുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. നോക്കിയോ, ഇവിടെ തൽക്കാലം ഒന്ന് എഴുതുന്നു ചുമ്മാ. F = G × M1 M2 / D². ഇതായിരിക്കുമല്ലോ പഠിച്ചിട്ടുണ്ടാവുക. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ G എന്ന് പറയുന്നത് എല്ലാത്തിനും G തന്നെയാണ്. Gക്ക് മാറ്റമില്ലല്ലോ, അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അതാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ Gക്ക് മാറ്റമൊന്നുമില്ല. ശരി, ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസാണ് M1. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസ് 5 ആണ്. അവിടെ തിരിച്ചെടുത്താലും പ്രശ്നമൊന്നുമില്ല. റെഡി? തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. 2 ഒബ്ജക്റ്റിൻ്റെ മാസിനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തത് 5 × 10. 10 × 5 5 × 10 സെയിമാണ്. അപ്പോൾ 10 × 5 / 2ൻ്റെ സ്ക്വയർ. 2 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. അതായത് 10 × 5 / 10 × 5 എന്ന് പറഞ്ഞാൽ തന്നെ 50 ആയില്ലേ. 50 ആയിട്ടുണ്ട്. ഇത് എവിടെ എഴുതുന്നുണ്ട്, ഇതെല്ലാം മനസ്സിലാവും കേട്ടോ. 50 / 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 50 / 4 എന്ന് വരും. 15നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 12.5 എന്നാണ് കിട്ടുക. അതവിടെ അവർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ബേജാറാവേണ്ട കാര്യമില്ല. നമുക്ക് തന്നിട്ടുള്ള പണി അടുത്തത് കണ്ടുപിടിക്കണം. അടുത്ത 2 ഒബ്ജക്റ്റിൻ്റെ മാസ് നോക്കുകയാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ മാസ് 10 ആണ്, രണ്ടാമത്തതിൻ്റെ മാസ് അതും 10 ആണ്. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ F = G × M1 M2 / D². M1 എന്ന് പറഞ്ഞാൽ 10 × 10 / D. ഇവിടെ തന്നിട്ടുള്ളത് 2 ആണ്. അപ്പോൾ
2ൻ്റെ സ്ക്വയർ ഇവിടെ ഞാൻ എഴുതുന്ന 2ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. ശരി, 2ൻ്റെ സ്ക്വയർ നമുക്കറിയാം. എടാ അത് 4 ആണ്. 4. അപ്പോൾ 10 × 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 × 10 100 100 ഡിവൈഡഡ് ബൈ 4 എന്നുണ്ടാവും. 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യെസ് നമുക്കറിയാം 25 ആണ് കിട്ടാൻ വേണ്ടി പോവുക. 25 G എന്നുണ്ടാവും. 25 G ന്യൂട്ടൺ അല്ലെങ്കിൽ G × 25 ന്യൂട്ടൺ അങ്ങനെ വേണമെങ്കിൽ പറയാം. റെഡി. അപ്പോൾ അതായി. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ 2 ഒബ്ജക്റ്റ് ഉണ്ട്. ഇത് കഴിഞ്ഞു. സോറി, അതാണ് ചെയ്യേണ്ടത് അല്ലേ? ശരി, ഇതാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസ് 10, അടുത്തത് 30. അപ്പോൾ 10 × 30 ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെയും 2 തന്നെയാണ് വരുന്നത്. 2ൻ്റെ സ്ക്വയർ 4 ആണ് എന്നറിയാം. 2ൻ്റെ സ്ക്വയർ 4 ആണ്. 2 സ്ക്വയർ എന്ന് തൽക്കാലം ഞാൻ എഴുതുന്നു. 2 സ്ക്വയർ 10 × 30 എന്ന് വെച്ച് കഴിഞ്ഞാൽ 300 ഡിവൈഡഡ് ബൈ 4. 300നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 300നെ 4 കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഈ സൈഡിലേക്ക് മാറ്റി ചെയ്യാം. തൽക്കാലം ഞാൻ ഉത്തരം മാത്രം പറഞ്ഞുതരാം. 75 ആണ് വരിക. അതുകൊണ്ട് ഇവിടെ കൊള്ളാത്തതുകൊണ്ട് ഞാനതൊന്ന് മായ്ച്ച് കളയുന്നുണ്ട്. 75 G എന്ന് വരും. 75 G ന്യൂട്ടൺ അത്രയാണ് വരിക. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ നാലാമത്തെ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ വസ്തുവിൻ്റെ മാസ്, ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസ് 5, രണ്ടാമത്തതിൻ്റെത് 10. അപ്പോൾ നമ്മൾ എഴുതും, ഇവിടെ എഴുതും 5 × 10 ഡിവൈഡഡ് ബൈ, ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അവർ പറയുന്നത് 4 എന്നാണ്. അപ്പോൾ 4ൻ്റെ സ്ക്വയർ എടുക്കണം. 4ൻ്റെ സ്ക്വയർ അതായത് 4 × 4 16 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ 5 × 10 50 ഡിവൈഡഡ് ബൈ 16 എന്ന് വരും. റെഡി. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ തൽക്കാലം ഇത് 15നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതൊക്കെ കുഞ്ഞു ക്ലാസ് പഠിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ചെയ്തിട്ട് വെറുതെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടണ്ട എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ആൻസർ മാത്രം പറഞ്ഞുതരാം. 3.125 എന്നാണ്. ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നേരത്തെ ചെയ്ത് നോക്കിയതുകൊണ്ട് കിട്ടി, അത്രയേ ഉള്ളൂ. 3.125 എന്നാണ് കിട്ടുക. അതുകൊണ്ട് ഞാൻ ഇത് മായ്ച്ചിട്ട് ഇവിടെ ആ ആൻസർ അവിടെ എഴുതി വെക്കുന്നു. 3.125. റെഡി. അത്രയും G ഉണ്ടാവും. ഇനി ലാസ്റ്റ് അല്ല, 2 ഉണ്ട്. അടുത്ത ആളെന്ന് പറയുന്നത് 5ഉം 10ഉം. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 1. അപ്പോൾ നമ്മുടെ ആൻസറിൽ വരിക, എടാ ഈ കള്ളിയാണ് ഈ സൂം ചെയ്യുന്നത്. സ്ഥലം ഇല്ലാത്തത് കൊണ്ട് സ്ഥലം ഒപ്പിക്കാനുള്ള ചില പരിപാടീസാണ്. അപ്പോൾ ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസ് 5, രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസ് 10. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 1. അപ്പോൾ 10 × 5 ഡിവൈഡഡ് ബൈ 1 എന്ന് വരും. റെഡി. അല്ലെങ്കിൽ 5 × 10 ഡിവൈഡഡ് ബൈ 1 എല്ലാം കണക്ക് തന്നെ. 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്, അതുകൊണ്ടാണ് 1 എഴുതി കേട്ടോ. ഇനി 5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 50 ഡിവൈഡഡ് ബൈ 1ൻ്റെ സ്ക്വയർ 1 തന്നെ. 50 ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ അത് 50 തന്നെയാണ്. അപ്പോൾ 50 ആയിരിക്കും നമ്മുടെ ആൻസർ. ഇനി ലാസ്റ്റ് അവസാനത്തെ ഈ ഒരു കളി 6th കോളം. ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസ് 5, രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസ് 10. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അര മീറ്റർ എന്ന് വെച്ചാൽ 50 സെൻറ്റിമീറ്റർ. അര മീറ്ററിന് വേണമെങ്കിൽ 0.5 മീറ്റർ എന്നും വിളിക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നോക്കിക്കോ. ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസ് 5 ആൻഡ് രണ്ടിൻ്റെത് 10. അപ്പോൾ നമ്മൾ എഴുതുക G × 5 × 10 ഡിവൈഡഡ് ബൈ അരേൻ്റെ സ്ക്വയർ. ഇവിടെ അരേൻ്റെ 1/2ൻ്റെ സ്ക്വയർ വേണം എടുക്കാൻ. 1/2ൻ്റെ സ്ക്വയർ ഒന്നെങ്കിൽ അത് 1/2 എന്നുള്ളത് മാറ്റിയിട്ട് അതിനെ 0.5 ആയിട്ട് കൺസിഡർ ചെയ്യുക. അതിൻ്റെ സ്ക്വയർ എടുക്കാം. 0.25 എന്ന് വരും. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഉള്ള പോലെ തന്നെ ചെയ്യാം. 5 × 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 50 ആണെന്നറിയാമല്ലോ. ഡിവൈഡഡ് ബൈ 1/2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിനെ മാറ്റിയിട്ട് നമുക്ക് 1/2ൻ്റെ സ്ക്വയർ 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ എന്ന് പറയാം. അതായത് നോക്കിക്കോ, 1 സ്ക്വയർ എന്ന് വെച്ചാൽ 1 തന്നെയാണ്. 1 സ്ക്വയർ എന്ന് വെച്ചാൽ 1 തന്നെയാണ്. അപ്പോൾ മേലെ 1 വരും, താഴെ 4 വരും. റെഡി. താഴെ 4 വരും. ഇനി ഈ താഴെയുള്ള 4 നേരെ മേലോട്ടേക്ക് പോകും. എന്ന് വെച്ചാൽ 50 × 4 എന്ന് വരും. 50നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ 200 അല്ലേ കിട്ടുക. 4 20 ആൻസർ 200 × G ന്യൂട്ടൺ എന്ന് വരും.
അപ്പോൾ ഇതാണ് നമ്മളെ ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്താൽ ഫൈനലി നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ടേബിളിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അത് ഈ ഒരു ഇക്വേഷനിൽ ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ആക്കുക എന്നുള്ളതാണ്. അതിൽ അല്ലെങ്കിൽ അത് വെച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക എന്നുള്ളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും തവണ എത്രയാ 6 തവണ നമ്മളെ കൊണ്ട് സെയിം ഇക്വേഷൻ വെച്ചിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ടേബിളിൻ്റെ ചോട്ടിൽ തന്നെയുണ്ട്. ഒന്നെങ്കിൽ ആ ടേബിൾ നോക്കിയിട്ട് ഇതിൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇത് ബൈ ഹാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം, നല്ലത് എന്നല്ല എളുപ്പം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സംഗതി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ള ആ ഒരു സംഭവം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും സെറ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നോക്കിയോ, 2 മ്യൂച്വലി അട്രാക്റ്റിംഗ് ഒബ്ജക്ട്സ് ആർ പ്ലേസ്ഡ് അറ്റ് എ ഫിക്സഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ 2 ഒബ്ജക്റ്റ് ഉണ്ട് ഇതേ ഈ രീതിയിൽ. ഒരു ഒബ്ജക്റ്റ് ഇത്, രണ്ടാമത്തെ ഒബ്ജക്റ്റ് ഇത്. 2 ഒബ്ജക്റ്റ് ഉണ്ട്. അവർ തമ്മിൽ എത്രയോ ഡിസ്റ്റൻസിലായിട്ട് ഇവർ രണ്ടുപേരെയും ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ ഇഫ് ദി മാസ് ഓഫ് വൺ ഓഫ് ദം ഈസ് ഡബിൾഡ്, ഹൗ മെനി ടൈംസ് വിൽ ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദം ബി? എന്ന് വെച്ചാൽ ഈ 2 ഒബ്ജക്റ്റിനെ ഇങ്ങനെ ഈ രീതിയിൽ 2 ഒബ്ജക്റ്റിനെ എത്രയോ ഡിസ്റ്റൻസിലായിട്ട് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഇതിനെ വേണമെങ്കിൽ ഒന്നാമത്തെ മാസ് M1ഉം രണ്ടാമത്തെ മാസ് M2 ആയിട്ട് കൺസിഡർ ചെയ്ത് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡിയും ആണെങ്കിൽ ഇവർ തമ്മിലുണ്ടാവുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ F = G × M1 × M2 / d² ചെയ്താൽ മതി എന്ന് നമുക്കറിയാം. ഇവർ ഒന്നാമത്തെ ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് ഇവിടെ ചോദിച്ചത് ഈ M1 M2 എന്നുള്ള ഏതെങ്കിലും ഒരെണ്ണം, ഒന്നെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റ്, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് ഡബിൾ ആക്കുന്നു. അങ്ങനെയല്ലേ പറഞ്ഞേ? ഇഫ് ദി മാസ് ഓഫ് വൺ ഓഫ് ദം ഈസ് ഡബിൾഡ്, മാസ് ഡബിൾ ആക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിത്രത്തിൻ്റെ ആവശ്യം തൽക്കാലം ഈ പ്രോബ്ലം ചെയ്യാൻ തൽക്കാലം നമുക്ക് ആവശ്യമില്ല. ഈ ഇക്വേഷൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇക്വേഷൻ ഒന്നുകൂടെ എടുത്ത് എഴുതുന്നു. ഇതാ നോക്കിയോ, F = G × M1 × M2 / d². ഇനി M2 ആക്കുക. നിലവിലിപ്പോൾ ഒരെണ്ണത്തിൻ്റെ മാസ് M1ഉം M2 ഇവർ പറഞ്ഞ പ്രകാരം ഒരെണ്ണത്തിൻ്റെ മാസ് ഡബിൾ ആക്കണം. ഒന്നെങ്കിൽ M2നെ ഡബിൾ ആക്കുക, അല്ലെങ്കിൽ M1നെ ഡബിൾ ആക്കുക. തൽക്കാലം ഞാനിവിടെ M1നെ ഡബിൾ ആക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഈ രീതിയിൽ മാറും. F = G × M1 എന്നുള്ളത് 2M1 ആവും. അത് 2 ആണ്. M1 എന്നുള്ളത് 2M1 ആവും. എന്തുകൊണ്ടാണ്? M1നെ ഡബിൾ ആക്കി. അപ്പോൾ 2M1 × M2 ഡബിൾ ആയിട്ടില്ലേ, ഇപ്പോൾ ഈ കണക്കിൽ ഡബിൾ ആയിട്ടില്ല, d². എടാ സത്യം പറഞ്ഞാൽ ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഈ 2നെ ന്യൂമറിക്കലിനെ ആദ്യം എടുത്ത് എഴുതുന്ന ഒരു പരിപാടിയില്ലേ, നമ്പറിനെ ആദ്യം എടുത്ത് എഴുതുക. 2 × G × M1 × M2 / d² ആയില്ലേ? റെഡി? അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ഒരു സംഗതി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എഴുതിയ 2 × F = 2 × G M1 M2 / d² ഇത്രയും ഭാഗം മാത്രം ഒന്ന് നോക്കി. അയ്യോ 2 മാഞ്ഞു അല്ലേ, സോറി. 2 × G M1 M2 / d². അതിൽ G × M1 M2 / d² എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് നോക്കിയാൽ നേരത്തെ കിട്ടിയ F തന്നെയല്ലേ. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ അട്രാക്റ്റീവ് ഫോഴ്സിനേക്കാൾ ഡബിൾ ആവുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ മാസ് ഡബിൾ ആക്കിയാൽ എഫും ഡബിൾ ആവും. അല്ലെങ്കിൽ എഫ് എന്താവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2F ആകും എന്ന് പറഞ്ഞാലും മതി. എഫ് ഡബിൾ ആവും, ഫോഴ്സ് ഡബിൾ ആവും, അല്ലെങ്കിൽ 2F ആവും എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ ബേസ് ഇക്വേഷൻ F = G M1 M2 / d² ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അത് എന്ത് ചെയ്യാൻ തൽക്കാലം ഇവിടെ ഫിക്സ് ചെയ്ത് അവിടെ എഴുതി വെക്കാം. നമുക്ക് താഴോട്ടുള്ള എല്ലാ പ്രോബ്ലത്തിൻ്റെ അകത്തും അത് വേണം. അതുകൊണ്ട് ഇവിടെ ഞാനത് എഴുതി വെക്കുന്നു. F = G × M1 × M2 / d².
ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. വാട്ട് ഈസ് ദി മാസ് ഓഫ് വൺ ഒബ്ജക്റ്റ് ഈസ് ടേബിൾഡ് വാട്ട് ഈഫ് ദി മാസ് ഓഫ് വൺ ഒബ്ജക്റ്റ് ഈസ് ടേബിൾ ആൻഡ് മാസ് ഓഫ് ദി അതർ ട്രിപ്പിൾഡ്. അപ്പോൾ രണ്ടെണ്ണത്തിൽ ഒരെണ്ണത്തിൻ്റെ മാസ് ഡബിൾ ആക്കുന്നു, ഒരെണ്ണത്തിൻ്റെ മാസ് ട്രിപ്പിൾ ആക്കുന്നു. എന്ന് വെച്ചാൽ M1നെ 2M1 ആക്കുന്നു, M2നെ 3M2 ആക്കുന്നു. നോക്കിക്കോ, നമ്മുടെ ബേസിക് ഇക്വേഷൻ രണ്ട് ഒബ്ജക്റ്റിന് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് 2M1 മാസും 3M2 മാസും ഉള്ള രണ്ട് ഒബ്ജക്റ്റിന് അരിയത്തരിയത്തയച്ച് അല്ലെങ്കിൽ എത്രയോ അകലത്തിലായിട്ട് വെച്ചിട്ടുണ്ട്. അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കണ്ടുപിടിക്കണം. F=G ഇൻറ്റു ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ മാസ് ഇൻറ്റു സെക്കൻഡ് ഒബ്ജക്റ്റിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതിൻ്റെ സ്ക്വയർ എടുക്കുക എന്നുള്ളതാണ് പരിപാടി. നോക്കിയോ, ഫോഴ്സ് എത്ര വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ G ഇൻറ്റു M1 എന്നുള്ളത് M2M1 ആയിട്ടുണ്ട്. മാസ് ഡബിൾ ആക്കിയില്ലേ, അതുകൊണ്ട് 2M1 ഇൻറ്റു രണ്ടാമത്തേൻ്റെ മാസ് ട്രിപ്പിൾ ആക്കിയില്ലേ, അതുകൊണ്ട് 3M2 ഡിവൈഡഡ് ബൈ D². റെഡി? അപ്പോൾ ഇത് ഏത് രീതിയിൽ മാറും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2നെയും 3നെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. 2നെയും 3നെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 × 3 6 എടുക്കുക. 6നെ ആദ്യം എഴുതി വെച്ചേക്ക് 6 ഇൻറ്റു G ഇൻറ്റു ബാക്കിയുള്ളത് M1 ഇൻറ്റു M2 ഡിവൈഡഡ് ബൈ D². ഇവിടെ നോക്കിയാലും ദേ ഈ ഒരു പാർട്ട് നോക്കൂ, ഈ ഒരു പാർട്ട് G ഇൻറ്റു M1 M2 ഡിവൈഡഡ് ബൈ D² തന്നെയല്ലേ ഇത് വന്നിട്ടുള്ളത്. G ഇൻറ്റു M1 M2 ബൈ D². അത് തന്നെയാണ് നമ്മുടെ നേരത്തെ ആദ്യം ഉണ്ടായിരുന്ന ആ ഫോഴ്സും എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ഫോഴ്സിനേക്കാൾ 6 ടൈംസ് ആണ് ഇവിടെ അധികം വന്നിട്ടുള്ളത്. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇവിടെ നമ്മുടെ ആൻസറായിട്ട് എഴുതേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 ടൈംസ് ആകും എന്നാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ 6F ആകും എന്നാണ് എഴുതേണ്ടത്. ഇവിടെ 6F ആകും എന്ന് എഴുതിയാൽ മതി, സിമ്പിളി. ഇനി ഇതേപോലെ തന്നെയാണ് താഴെയുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും. എഴുതുമ്പോൾ കുറച്ച് സമയം എടുക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ, വേറെ രക്ഷയില്ല. നമ്മുടെ മെയിനായിട്ടുള്ള ആ ഒരു ഇക്വേഷൻ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. F=G M1 M2 ഡിവൈഡഡ് ബൈ D². ഇനി വാട്ട് ഈഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഒബ്ജക്റ്റ് ഈസ് ഡബിൾഡ്. ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? ഡബിൾ ചെയ്യുന്നു. ഡിസ്റ്റൻസ് ആണ് ഡബിൾ ആക്കുന്നത്. അപ്പോൾ F=G M1 M2 ഡിവൈഡ് ബൈ D² മാറിയിട്ട് D²ന് പകരം 2D². ഡിസ്റ്റൻസ് ഡബിൾ ആക്കിയില്ലേ, അപ്പോൾ 2D² ആവും. നമ്മുടെ ഇക്വേഷൻ നോക്കിയോ, F= ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറാണ് പറയുന്നത്. F=G ഇൻറ്റു Gക്ക് മാറ്റമില്ല, M1ന് മാറ്റമില്ല, M2ന് മാറ്റമില്ല. പിന്നെ മാറുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഡബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. അതായത് D മാറി 2D ആയി, 2Dൻ്റെ സ്ക്വയർ. റെഡി? അപ്പോൾ എങ്ങനെ എഴുതാം? G ഇൻറ്റു M1 ഇൻറ്റു M2 ഡിവൈഡഡ് ബൈ ഇത് 2 ആണ്, M2 ഡിവൈഡഡ് ബൈ 2D² 2D ഹോൾ സ്ക്വയർ. 2D ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2² ഇൻറ്റു D² ചെയ്യാം. 2² എന്ന് പറയുന്നത് 4 ആണ്, D² എന്ന് പറഞ്ഞാൽ D² തന്നെ, അതിന് വേറെ ഒന്നും എഴുതാനൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ വരുന്നുണ്ടാവുക. G ഇൻറ്റു M1 ഇൻറ്റു M2 ഡിവൈഡഡ് ബൈ 4D². ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത്രയും ഭാഗം മാത്രം ഒന്ന് നോക്കൂ. G ഇൻറ്റു M1 M2 ബൈ D² വന്നില്ലേ, അത് തന്നെ നമ്മുടെ ബേസിക് ഇക്വേഷൻ. ആദ്യം ഉണ്ടായിരുന്ന ഫോഴ്സ് G ഇൻറ്റു M1 M2 ഡിവൈഡഡ് ബൈ D². ഇപ്പോൾ അതിൻ്റെ നിലവിലുണ്ടായിരുന്ന ആ ഫോഴ്സ് ഡിസ്റ്റൻസ് ഡബിൾ ആക്കിയപ്പോൾ 1/4 ആയിട്ട് കുറയാണ് ചെയ്തിട്ടുള്ളത്. 1/4 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/4F എന്ന് എഴുതാം. ഇവിടെ 1/4F ആയി. ഫോഴ്സിന് എന്താ വ്യത്യാസമാണ് വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. F 1/4F ആയി എന്നാണ് ഇവിടുത്തെ വ്യത്യാസം വരുന്നത്. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ചോദ്യം ഇതുപോലെ തന്നെയാണ്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മുകളിൽ ക്വസ്റ്റ്യൻ ഇട്ടതിൻ്റെ ആ ഒരു ഉദ്ദേശം എന്നൊക്കെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ദി ഒബ്ജക്റ്റ് ഈസ് ഹാഫ്ഡ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? ഹാഫ് ആക്കുന്നു. അതായത് D ആണ് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇപ്പോൾ ഉള്ളത്, അത് ഹാഫ് ആക്കുന്നു, Dൻ്റെ പകുതിയാക്കുന്നു. നോക്കിയോ, മേലെ തന്നെ എഴുതുന്നുണ്ടേ. അപ്പോൾ F=G ഇൻറ്റു M1 M2 ഡിവൈഡഡ് ബൈ D². നമ്മൾ ഇപ്പോഴത്തെ F എന്ന് പറയുന്നത് G ഇൻറ്റു M1 ഇൻറ്റു M2 ഡിവൈഡഡ് ബൈ D എന്താക്കുന്നുണ്ട്? Dൻ്റെ പകുതി ആക്കുന്നുണ്ട്.
ഡിസ്റ്റൻസ് പകുതിയാക്കുന്നു, അപ്പോൾ d/2 ആക്കുന്നു, അതിൻ്റെ സ്ക്വയർ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എഫ് ഈക്വൽ ടു ജി ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ d/2 ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മുടെ ആൻസർ ഡിക്കും സ്ക്വയർ കൊടുക്കുക, 2നും സ്ക്വയർ കൊടുക്കുക. അതായത് ഇതേ ജി ഇൻറ്റു m1 ഇൻറ്റു m2 ഡിവൈഡഡ് ബൈ d² ഡിവൈഡഡ് ബൈ 2² എന്നുണ്ടാവും. d² ഡിവൈഡഡ് ബൈ 2². ഇനി നിങ്ങൾക്കറിയാം ഈ 2² എന്ന് പറഞ്ഞാൽ അത് 4 അല്ലേ, 4 ആണ്. അപ്പോൾ ജി ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ d² ഡിവൈഡഡ് ബൈ 4 എന്നുണ്ടാവും. ഈ 4 സത്യം പറഞ്ഞാൽ നേരെ മേലെ പോയിട്ട് മേലെ കൊണ്ടുപോയി ഗുണിച്ചേച്ചാൽ മതി. അത് എങ്ങനെയാണ് വരുന്നത് എന്ന് വേണമെങ്കിൽ പിന്നെ പറയാം, ഇപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ കോളാവും. അതുകൊണ്ട് ഡിവൈഡഡ് ബൈ d4 ഉണ്ട്. ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം അവിടെ, ഇവിടെ ഇപ്പോൾ എഴുതും, ഇതെവിടെ എഴുതാം, ജി ഇൻറ്റു m1 ഇൻറ്റു m2 ഡിവൈഡഡ് ബൈ d² വരുന്നില്ല, d² ഇൻറ്റു 4 എന്നുണ്ടാവും. അതിനാണെങ്കിൽ തിരിച്ചിട്ട് നമുക്ക് ഈ 4നെ ആദ്യം എടുത്ത് എഴുതാം. 4നെ ആദ്യം എടുത്ത് എഴുതിയിട്ട് 4 ഇൻറ്റു ജി ഇൻറ്റു m1 m2 ഡിവൈഡ് ബൈ d² ആക്കുക. അതായത് നേരത്തെ ഉണ്ടായിരുന്നത് ജി ഇൻറ്റു m1 m2 ബൈ d² ആ, ഇപ്പോൾ 4 ഇൻറ്റു ജി m1 m2 ഡിവൈഡഡ് ബൈ d² ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഉണ്ടായതിൻ്റെ 4 ടൈംസ് കൂടിയിട്ടുണ്ട്, 4 ടൈംസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ എഴുതാം, 4 ടൈംസ് ആയിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ 4f എന്ന് ആൻസറിൽ കൊടുക്കാം. റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഒബ്ജക്റ്റ് ഈസ് ക്വാർട്ടേർഡ്. എടാ നേരത്തെ ഉണ്ടായിരുന്ന ഡിസ്റ്റൻസ് 1/4 ആക്കിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഇതാ നോക്കിയോ, മേലെ തന്നെ എഴുതുന്നുണ്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈ ഭാഗത്തുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. എഫ് ഈക്വൽ ടു ജി ഇൻറ്റു m1 m2 ഡിവൈഡ് ബൈ d² ആണ് അറിയാം. ഇപ്പോൾ തന്നെ കുറേ പ്രാവശ്യം പറഞ്ഞ കൊണ്ട് പഠിച്ചു പോയിട്ടുണ്ടാവും. റെഡി. അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഡീനെ d/4 ആക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എഫ് ഈക്വൽ ടു ജി ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ d² ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ d/4 ആക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ഈക്വൽ ടു ജി ഇൻറ്റു m1 ഇൻറ്റു m2 ഡിവൈഡഡ് ബൈ d² ഡിവൈഡഡ് ബൈ 4², d² ഡിവൈഡഡ് ബൈ 4². നോക്കൂ, 4² എന്ന് വെച്ച് കഴിഞ്ഞാൽ 4ൻ്റെ സ്ക്വയർ, 4ൻ്റെ വർഗ്ഗം എന്ന് പറയുന്നത് 4 ഇൻറ്റു 4 16 ആണ്. ഇനി ഈ 16 മേലെ കൊണ്ടുപോയി ഗുണിച്ചാൽ മതി. അപ്പോൾ 16g ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ d² എന്ന് വരും. ഇത് നോക്ക്, ജി ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ d², അതാണ് നമ്മുടെ ആദ്യം ഉണ്ടായിരുന്നത്. അതിൻ്റെ 16 ടൈംസ് ആണ് ഇപ്പോൾ. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് 1/4 ആക്കിയപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. എത്ര ടൈംസ്? എടാ 16f ആയിട്ട് ഉള്ളതിൻ്റെ 16 മടങ്ങായിട്ട് ഫോഴ്സ് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഒരു എന്താ പറയുക, ബാക്കി വരഞ്ഞിട്ട് എല്ലാ സാധനവും മനസ്സിലുണ്ട്. ഉത്തരം മാത്രം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഒറ്റ സെക്കൻഡ്. യെസ്, ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഒന്നാമത്തെ 2f, പിന്നെ 6f, 1/4f, 4f, 16f, ഈ ഒരു രീതിയിലാണ് ഉണ്ടാവാം. ഇനി ഒരു ക്വസ്റ്റൻ കൂടെ ഉണ്ട്. ക്വസ്റ്റൻ ആൻസർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് അങ്ങനെയാണ് വന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഒന്ന് പറഞ്ഞുതരാം. വേറെ ഒരു ക്വസ്റ്റനും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അത് ഒരുപാട് ലെങ്തി ആയിപ്പോയിട്ടുണ്ട്. ഈ സംഗതി ഇങ്ങനെ ചെയ്ത് കൊണ്ടുവരുന്നത് കുറച്ച് ലെങ്തി ആയിപ്പോയി. വേറെ രക്ഷയില്ല, പറയാണ്ട് രക്ഷയില്ലാത്തതുകൊണ്ട് നീട്ടി തന്നെ പറഞ്ഞതാണ്. ചിലപ്പോൾ ബോറടിച്ചിട്ടുണ്ടാവും, ഉറപ്പായിട്ടും ബോറടിച്ചിട്ടുണ്ടാവും, സ്വാഭാവികം. ഇനി കാൽക്കുലേറ്റ്, അടുത്ത ക്വസ്റ്റൻ ആണ്. കാൽക്കുലേറ്റ് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ചിൽഡ്രൻ ഓഫ് മാസ് 40 kg ആൻഡ് 50 kg വെൻ ദേ ആർ 2 മീറ്റർ അപ്പാർട്ട്. അപ്പോൾ 2 മീറ്ററിൽ ഡിസ്റ്റൻസിലായിട്ട് രണ്ട് കുട്ടികൾ ഇരിക്കുന്നുണ്ട്. ഒരാളുടെ മാസ് വരുന്നത് 40യും അടുത്തയാളുടെ മാസ് വരുന്നത് 50യാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ 2 മീറ്റർ. അതായത് ഇവിടെ ഇരിക്കുന്ന കുട്ടികളാണെന്ന് വിചാരിക്കുക. ഇവൻ്റെ മാസ് 40, ഇവൻ്റെ മാസ് 50. ഇവർ തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഇവർ ഇവിടെ പറയുന്ന 2 മീറ്റർ എന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആദ്യം തന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതുക, അതാണ് ഇവിടെ എടുത്തെഴുതിയിട്ടുള്ളത്. റെഡി. ആദ്യം തന്ന കാര്യങ്ങൾ എടുത്തെഴുതി. ഇനി കണ്ടുപിടിക്കേണ്ടത് എഫ് ആണ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പോൾ എഫ് ഈക്വൽ ടു ജി m1 m2 ഡിവൈഡഡ് ബൈ d². ഇക്വേഷൻ അവിടെ എഴുതി വെച്ചേക്കാം, ഇക്വേഷൻ എഴുതി. ഇനി ഇക്വേഷനിലേക്ക് ഓരോന്നിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ജീൻ്റെ വാല്യൂ 6.67 × 10⁻⁻11. m1 എന്ന് പറയുന്നത് 48 എടുക്കുക, m2 58 എടുക്കുക. ഡിവൈഡഡ് ബൈ d² ആണ്. d എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ ഉണ്ട്. സ്ക്വയർ എടുക്കാൻ മിക്കവരും മറന്നു പോകും, സ്ക്വയർ ഉണ്ടെന്ന് പ്രത്യേകം ഓർമ്മിച്ച് വെച്ചോ.
അപ്പോൾ ഇനി അവിടെ നിന്ന് ഫുൾ മൾട്ടിപ്ലിക്കേഷൻ പരിപാടികളാണ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ അവരിവിടെ ഡയറക്റ്റായിട്ട് എഴുതി വെച്ചേക്കാണ്. ഇത് ഈ ക്വസ്റ്റ്യൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്രയും വെറും 2 മീറ്റർ അകലത്തിൽ മാത്രമായിട്ടിരിക്കുന്ന ഈ കുട്ടികൾ തമ്മിൽ ഒരു കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരുന്നത് കണ്ടോ, F = 0.00000003335 ന്യൂട്ടൺ. എന്ന് വെച്ചാൽ ഇത് 0 ആണോ എന്ന് വെച്ചാൽ 0 അല്ല, അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടോ എന്ന് വെച്ചാൽ ഫോഴ്സ് ഉണ്ട് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഭയങ്കര കൂടുതലായിട്ട് ഫോഴ്സ് ഒന്നുമില്ല, കുറച്ച് ഫോഴ്സേ ഉള്ളൂ. ആ ഫോഴ്സിൻ്റെ ഫോഴ്സിൻ്റെ സ്ട്രെങ്ത്, അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ സ്ട്രെങ്ത് ഭയങ്കര കുറവാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം ഇത്. റെഡി? അത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഇവിടെ ഈ 10ൻ്റെ പവർ കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തൽക്കാലം ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വെച്ചിട്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുമ്പോൾ, പരീക്ഷയ്ക്കൊക്കെ ചെയ്യുമ്പോൾ സ്കൂളിൽ നിന്ന് എങ്ങനെയാണോ പറഞ്ഞു തന്നത് അതുപോലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഈ വാല്യൂസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഭാഗം നോക്കുകയും ചെയ്യല്ലേ, ഈ പുറത്ത് നോക്ക്. വാല്യൂസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 6.67 × 10⁻⁻11 അനക്കാണ്ട് അങ്ങനെ തന്നെ വെച്ചേക്ക്. 40 × 50 എന്ന് പറഞ്ഞാൽ 5 4 20 20ഉം ഈ 2 0 കൂടെ ഡിവൈഡഡ് ബൈ 2² ഉണ്ട്. 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇനി 6.67 × 10⁻11 അനക്കാണ്ട് തന്നെ വീണ്ടും വെച്ചേക്ക്. ഇത് ചെയ്യാം, 2000 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് നോക്കാം. 2000 എത്ര 4 ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 20ൽ 5 4 അപ്പോൾ 500 എന്ന് കിട്ടും. അപ്പോൾ 6.67 × 10⁻11 × 500 എഴുതി നിർത്തിയാലും വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 6.2 ഇവിടെ 6.67 അതാണ് ഇവർ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നേരിട്ട് എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ കണ്ടോ, 500 × 6.67 × 10⁻11 നമ്മൾ തിരിച്ച് എഴുതിയിട്ടുണ്ട് 6.67 × 500. ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അവിടെ ചെയ്തത് 500നെ 6.67 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോഴാണ് ഈ 3335 കിട്ടിയിട്ടില്ല, മനസ്സിലായിട്ടുണ്ടാവാൻ സാധ്യതയില്ല, ഒന്നുകൂടെ പറയാം. ഇവിടെ വരെ ഓക്കെയാണ് എന്ന് വിചാരിക്കുന്നു. ഇനി 500നെ 6.67 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 33335 എന്ന് കിട്ടും. 10⁻11 നേരത്തെ ഒന്നും ചെയ്തില്ലല്ലോ, × 10⁻11 അതിനെ ഇതിനോട് ചേർത്ത് എഴുതാം. റെഡി? പിന്നെ ഇനി ഇവർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിനെ ഒരു സ്റ്റാൻഡേർഡ് രൂപത്തിലേക്ക്, സ്റ്റാൻഡേർഡ് ഫോമിലേക്കാക്കി മാറ്റി എഴുതിയതാണ് ഇത്. റെഡി? സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം എന്നുമില്ല. ഇവിടെ വെച്ചിട്ട് ഈ ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 11 സ്ഥാനം പുറകിലേക്കാക്കിയിട്ട് പോയിൻ്റ് ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഈ വാല്യൂ ആണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുട്ടികൾ തമ്മിലുള്ള അകലം വെറും 2 മീറ്റർ മാത്രമേ ഉള്ളൂ, പക്ഷേ അവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് വരുന്ന ഇത്രയും ചെറുതാണ്. അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം ഇത്. ഈ രീതിയിലുള്ള ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ പറയുന്നതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല. അതെന്ന് വെച്ചാൽ വലിയ കൊള്ളൂല. ഇപ്പോൾ തന്നെ അരമണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട്. ഇനി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഏരിയയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും തീരും. അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ പറയാം അല്ലേ. The force of attraction of Earth on Moon is F. What will be the force of attraction of Moon on Earth? അപ്പോൾ എർത്തും മൂണും തമ്മിലുള്ള, സാധാരണ പറയാം എർത്തും മൂണും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് എന്നുള്ള രീതിയിലാണ്. അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടും, അങ്ങോട്ട് എത്രയാണോ ഉള്ളത്, അങ്ങോട്ട് എത്ര ഫോഴ്സിലാണോ അട്രാക്ട് ചെയ്യുന്നത് അതേ ഫോഴ്സ് തന്നെ തിരിച്ചും അട്രാക്റ്റ് ചെയ്യും. അങ്ങോട്ടേക്ക് മൂണിലേക്ക് F ന്യൂട്ടൺ ആണെങ്കിൽ തിരിച്ച് എർത്തിലേക്കും F ന്യൂട്ടൺ തന്നെയായിരിക്കും. രണ്ട് ഒബ്ജക്റ്റ് തമ്മിലുള്ള ഫോഴ്സാണ്, ബിറ്റ്വീൻ തമ്മാണ് പറയുക എപ്പോഴും. അപ്പോൾ F ന്യൂട്ടനാണ് മൂന്ന് എർത്തിലേക്ക് കൊടുക്കുന്നതെങ്കിൽ എർത്ത് മൂണിൽ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സും F തന്നെയായിരിക്കും. നമ്മുടെ ആൻസർ വരുന്നത് F ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യാണ്. ശരി.